ഹായ് എവരി വൺ. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഓവർവ്യൂ ഓഫ് LSTM ആണ്. LSTMൻ്റെ ഫുൾ ഫോം ലോങ് ഷോർട്ട് ടൈം മെമ്മറി. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് RNN നെറ്റ്വർക്കിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് LSTM യൂസ് ചെയ്യുന്നത്. സോ RNN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് അൽഗോരിതം ഫോർ സീക്വൻഷ്യൽ ഡാറ്റ ആൻഡ് ആർ യൂസ്ഡ് ബൈ ആപ്പിൾ, സിരി ആൻഡ് ഗൂഗിൾ വോയിസ് സെർച്ച്. അതായത് സീക്വൻഷ്യലായിട്ട് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് RNN നെറ്റ്വർക്ക്. അത് ആപ്പിൾ, സിരിയിലും ഗൂഗിൾ വോയിസ് സെർച്ചിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ LSTM network are an extension of RNNs mainly introduced to handle situation where RNNs fall. ഇത് മെയിൻലി RNNസിൻ്റെ അതായത് ഡിസഡ്വാൻറ്റേജിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് RNN നോക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്ന പോയിൻ്റ് ഇൻഫോർമേഷൻ ലോങ് പീരീഡായിട്ട് സ്റ്റോർ ചെയ്യുന്നതിൽ ഫെയിൽഡാണ് RNN. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഫൈനർ കൺട്രോൾ ഇല്ല. അതായത് ഫോർവേഡായിട്ടും ഏതൊക്കെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, പാസ്റ്റതായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടത്, അതിനൊക്കെ ഒരു ഫൈനർ കൺട്രോൾ ഇല്ല. ദെൻ എക്സ്പ്ലോയിഡിങ് ആൻഡ് വാനിഷിങ് ഗ്രേഡിയൻസും ഉണ്ട് RNNൽ. സോ ഈ മൂന്ന് ലിമിറ്റേഷൻസിനെ ഹാൻഡിൽ ചെയ്യും LSTM. ഇതിൽ ഈ വാനിഷിങ് ഗ്രേഡിയൻറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ലോങ്ങർ പീരീഡ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്. LSTMൽ ഈ ഒരു പ്രോബ്ലം ഇല്ല. സോ ലോങ്ങർ പീരീഡായിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡ്യൂ ടു വാനിഷിങ് cannot remember long term dependency. Then LSTMs are explicitly designed to avoid long-term dependency problems. So, ഈ long-term dependency problem മെയിൻലി long-term dependency പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് LSTM യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർക്കിടെക്ചർ ഓഫ് LSTM ആണ് പറയാൻ പോകുന്നത്. LSTM ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNN സെല്ലിനെ പോലെ തന്നെയാണ് LSTM ആർക്കിടെക്ചർ. 3 പാർട്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് chooses whether the information coming from the previous timestamp is to be remembered or is irrelevant and can be forgotten. അതായത് പ്രീവിയസ് ടൈം സ്റ്റാമ്പിലെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും, അത് വേണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യും ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ട്രൈസ് ടു ലേൺ ന്യൂ ഇൻഫോർമേഷൻ ഫ്രം ദി ഇൻപുട്ട് ടു ദിസ് സെൽ. അതായത് ന്യൂ ഇൻഫോർമേഷൻസ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ള ന്യൂ ഇൻഫോർമേഷൻ ലേൺ ചെയ്യാൻ നോക്കും. ദെൻ തേർഡ് പാർട്ട് ഇറ്റ്സ് എ സെൽ പാസസ് ദി അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ ഫ്രം ദി കറൻറ്റ് ടൈം സ്റ്റാമ്പ് ടു ദ നെക്സ്റ്റ് ടൈം സ്റ്റാമ്പ്. അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ കറൻറ്റ് ടൈം സ്റ്റാമ്പിൽ നിന്ന് നെക്സ്റ്റ് ടൈം സ്റ്റാമ്പിലേക്ക് പാസ് ചെയ്യും. ഇങ്ങനെയാണ് 3 പാർട്ട്. ഓരോ പാർട്ടിന് അതിൻ്റെതായ ഈ 3 പാർട്ടിലെ LSTM സെല്ലിനെ പറയുന്നതാണ് ഗേറ്റ്സ് എന്നാ പറയുക. ഇതിൽ ഫസ്റ്റ് പാർട്ടിന് നമ്മൾ ഫോർഗെറ്റ് ഗേറ്റ്, ദെൻ സെക്കൻഡ് പാർട്ടിനെ ഇൻപുട്ട് ഗേറ്റ്, തേർഡ് പാർട്ടിന് ഔട്ട്പുട്ട് ഗേറ്റ്. സോ ഇതിന് 3 പാർട്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ഫോർഗെറ്റ് ഗേറ്റ്, രണ്ടാമത്തെ ഇൻപുട്ട് ഗേറ്റ്, മൂന്നാമത്തെ ഔട്ട്പുട്ട് ഗേറ്റ്. 3 പാർട്സ് ആയിരുന്നു പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെ RNN പോലെ തന്നെ LSTMൽ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് ഹിഡൻ സ്റ്റേറ്റ്. ഹിഡൻ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ HT-1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈഡൻ സ്റ്റേറ്റിൻ്റെ പ്രീവിയസ് ടൈം സ്റ്റാൻഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ല കറൻറ്റ് ടൈം സ്റ്റാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് HT. LSTMൽ അതായത് RNNൽ ഹിഡൻ സ്റ്റേറ്റ് ഉണ്ട്, പക്ഷേ RNNൽ സെൽ സ്റ്റേറ്റ് ഇല്ല. സോ LSTMൽ സെൽ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്.
അതിൻ്റെ സെൽ സ്റ്റേറ്റിൻ്റെ പ്രീവിയസ് ടൈം സ്റ്റാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CT-1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കറണ്ട് ടൈം സ്റ്റാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CT. സോ 2 സ്റ്റേറ്റാണുള്ളത്, ഒന്ന് ഹിഡൻ സ്റ്റേറ്റും രണ്ടാമത്തെ സെൽ സ്റ്റേറ്റും. ഹിഡൻ സ്റ്റേറ്റിനെ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, അതിനെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയും. ദെൻ സെൽ സ്റ്റേറ്റിനെ ലോങ് ടേം മെമ്മറി എന്ന് പറയും. സോ ഇതാണ് ആർക്കിടെക്ചർ ഓഫ് LSTM. ഇതിൽ 3 പാർട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് ഫോർഗെറ്റ് ഗേറ്റ്, സെക്കൻഡ് പാർട്ട് ഇൻപുട്ട് ഗേറ്റ് ആൻഡ് തേർഡ് പാർട്ട് ഔട്ട്പുട്ട് ഗേറ്റ്. ഇതിൽ ലോങ് ടേം മെമ്മറി, അത് സെൽ സ്റ്റേറ്റിനെ പറയുന്ന ലോങ് ടേം മെമ്മറി, ഹിഡൻ സ്റ്റേറ്റിനെയാണ് ഷോർട്ട് ടേം മെമ്മറി. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറവലൻറ്റ് ഇൻഫർമേഷനൊക്കെ ഫോർഗെറ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് അപ്ഡേറ്റ് ചെയ്യാനോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യും, ഇൻപുട്ട് ഗേറ്റ്. ദെൻ പാസ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ, അതാണ് ഔട്ട്പുട്ട് ഗേറ്റ്. സോ ഇതാണ് ആർക്കിടെക്ചർ ഓഫ് LSTM. ഇത് ഹിഡൻ ലെയർ ഓഫ് LSTM ആണ്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡാറ്റ അറ്റ് കറണ്ട് ടൈം സ്റ്റാമ്പ്. ദെൻ വൈ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്, ദെൻ WXH ആണ് വെയിറ്റ് ഫോർ ട്രാൻസ്ഫോമിങ് X to RNN ഹിഡൻ സ്റ്റേറ്റ്, നോട്ട് പ്രെഡിക്കേറ്റിംഗ്. ദെൻ Y waits for transforming RNN hidden state to prediction. Then hidden state ആണ് H. then RNN സെല്ലാണ് സർക്കിളായിട്ട് റെപ്രസെൻ്റ് ചെയ്തത് RNN സെൽസിനെയാണ്. നമുക്കിവിടെ H ഞാൻ നേരത്തെ കൊടുത്തതിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് കൊടുത്തത്. നമുക്ക് സ്മോൾ ലെറ്റർ കൊടുക്കണമെങ്കിൽ സ്മോൾ ലെറ്റർ കൊടുക്കാം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം, ഒരു പ്രോബ്ലം അല്ല. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HT-1 കാണാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹിഡൻ സ്റ്റേറ്റ് ഓഫ് പ്രീവിയസ് ടൈം സ്റ്റാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HT-1. അതുപോലെ തന്നെ CT-1 ആണ് സെൽ സ്റ്റേറ്റിന് പ്രീവിയസ് ടൈം സ്റ്റാമ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ CT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ടൈം സ്റ്റാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, സെൽ സ്റ്റേറ്റിൻ്റെ കറണ്ട് ടൈം സ്റ്റാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ HT-2 HT-1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് സ്റ്റേറ്റാണ് ഹിഡൻ സ്റ്റേറ്റിൻ്റെ. കറണ്ട് ടൈം സ്റ്റാമ്പ് HT ആണ്. ദെൻ അപ്ഡേറ്റ് ചെയ്തതാണ് HT+1. അതുപോലെ തന്നെയാണ് CT-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സ്റ്റേറ്റ് പ്രീവിയസ് ടൈം സ്റ്റാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ്. T-1 അതിൻ്റെയും പ്രീവിയസ് ആണ് T-2. അപ്ഡേറ്റ് ചെയ്തതാണ് CT+1. കറണ്ട് വരുന്നതാണ് CT. സോ ഇതാണ് ഹിഡൻ ലെയർ ഓഫ് LSTMൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുകയാണെങ്കിൽ. LSTM ആർക്കിടെക്ചറിൽ 3 പാർട്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഫോർഗെറ്റ് ഗേറ്റ്. സോ ഫോർഗെറ്റ് ഗേറ്റിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. FT = സിഗ്മ ഓഫ് XT സ്റ്റാർ UF പ്ലസ് HT-1 സ്റ്റാർ WF. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗെറ്റ് ഗേറ്റ് സോ ഇതാണ് ഫോർഗെറ്റ് ഗേറ്റിൻ്റെ ഇക്വേഷൻ. ഇതിൽ XT എന്ന് പറയുന്നത് ഇൻപുട്ട് ടു ദ കറണ്ട് ടൈം സ്റ്റാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. UF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻപുട്ടാണ്. ദെൻ HT-1 എന്ന് പറഞ്ഞാൽ ഹിഡൻ സ്റ്റേറ്റ് ഓഫ് പ്രീവിയസ് ടൈം സ്റ്റാമ്പ്. WF റെപ്രസെൻറ്റ് ചെയ്യുന്ന വെയിറ്റ് മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് ഹിഡൻ സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്പർ ബിറ്റ്വീൻ 0 and 1 ആണ്. FT മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെൽ സ്റ്റേറ്റുമായിട്ട് പ്രീവിയസ് ടൈം സ്റ്റാമ്പ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് നമുക്ക് FTൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യും, പ്രീവിയസ് സെൽ സ്റ്റേറ്റിൻ്റെ പ്രീവിയസ് ടൈം സ്റ്റാമ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിൽ, അതായത് FT = 0 ആണെങ്കിൽ
എവറിത്തിങ് ഫോർഗോട്ട്. അതായത് ഫോർഗോട്ട് ഗേറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇറവലൻ്റ് ഇൻഫർമേഷനൊക്കെ ഫോർഗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർഗട്ട് ഗേറ്റ്. സോ FT 0 ആണെങ്കിൽ ഫോർഗട്ട് എവറിത്തിങ്, അതല്ലെങ്കിൽ ഇഫ് FT = 1 ആണെങ്കിൽ ഫോർഗട്ട് നത്തിങ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ദെൻ പറയാൻ പോകുന്നത് സെക്കൻഡ് ഗേറ്റ് ആണ്. സോ ഫസ്റ്റ് പാർട്ടാണ് ഫോർഗട്ട് ഗേറ്റ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഗേറ്റ്. ഇൻപുട്ട് ഗേറ്റിൻ്റെ ഇക്വേഷനാണ് IT = സിഗ്മ ഓഫ് XT സ്റ്റാർ UI പ്ലസ് HT-1 സ്റ്റാർ WI. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇൻപുട്ട് ഗേറ്റിൻ്റെ. ഇതിൽ UI ആണ് വെയ്റ്റ് മെട്രിക്സ് ഓഫ് ഇൻപുട്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ WI വെയ്റ്റ് മെട്രിക്സ് ഓഫ് ഇൻപുട്ട് അസോസിയേറ്റഡ് വിത്ത് ഹിഡൻ സ്റ്റേറ്റ് ആണ് WI. ദെൻ ബാക്കിയെല്ലാം നമ്മൾ ഇതിനു മുമ്പ് തന്നെ റെപ്രസെൻ്റ് ചെയ്തതാണ്. ഫോർഗട്ട് ഗേറ്റിൽ റെപ്രസെൻ്റ് ചെയ്ത പോലെ തന്നെ ഇൻപുട്ട് ടു ദ കറണ്ട് ടൈം സ്റ്റാമ്പാണ് ST. അതുപോലെ തന്നെ HT-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ സ്റ്റേറ്റ് ഓഫ് ദി പ്രീവിയസ് ടൈം സ്റ്റാമ്പ്. സോ ഇതാണ് ഇൻപുട്ട് ഗേറ്റിൽ വരുന്നത്. ദെൻ ടൈം സ്റ്റാമ്പ് T ബിറ്റ്വീൻ റേഞ്ച് 0 and 1 ആണ്. ഫോർഗട്ട് ഗേറ്റിനെ പോലെ തന്നെ ഇൻപുട്ട് ഗേറ്റിലും 0 and 1 എന്ന് പറഞ്ഞിട്ടാണ് 0 and 1 ബിറ്റ്വീനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ഓർ അപ്ഡേറ്റ് ന്യൂ ഇൻഫർമേഷനാണ് ഇൻപുട്ട് ഗേറ്റ്. സോ നമ്മളിപ്പോൾ കിട്ടിയത് ന്യൂ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനാണ് NT = tan h of XT star UC plus HT-1 into WC. സ്റ്റാർ മീനിങ് മൾട്ടിപ്ലൈ ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 and 1 ആണ്. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ tan h ആണ് ഇവിടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ. സപ്പോസ് NT നെഗറ്റീവ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും സെൽ സ്റ്റേറ്റിൽ നിന്ന്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യും. ദെൻ അപ്ഡേറ്റഡ് ഇക്വേഷൻ്റെ ഫോർമുല CT = FT into CT-1 പ്ലസ് IT into NT. അതിലിപ്പോൾ CT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ഇക്വേഷനാണ്. FT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗട്ട് ഗേറ്റിൻ്റെ വാല്യൂ. ദെൻ CT-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സ്റ്റേറ്റ് ഓഫ് ദ പ്രീവിയസ് ടൈം സ്റ്റാമ്പിനെയാണ് നമ്മൾ CT-1 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഫോർഗട്ട് ഗേറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. ദെൻ IT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഗേറ്റിന് ഇൻപുട്ട് ഗേറ്റ് കിട്ടുന്നതാണ് IT. ദെൻ NT എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻഫർമേഷൻ. സോ ഇതാണ് അപ്ഡേറ്റഡ് ഇക്വേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. CT-1 സെൽ സ്റ്റേറ്റ് അറ്റ് ദ കറണ്ട് ടൈം സ്റ്റാമ്പ്. കറണ്ട് ടൈം സ്റ്റാമ്പ് അല്ല, പ്രീവിയസ് ടൈം സ്റ്റാമ്പ്. ദെൻ അടുത്തത് പറയുന്നതാണ് തേർഡ് ഗേറ്റ്. ഔട്ട്പുട്ട് ഗേറ്റ് ആണ് തേർഡ് വൺ. അതായത് ഈ ഇൻഫർമേഷനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് ഗേറ്റ്. സോ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് OT = സിഗ്മ ഓഫ് XT into U0 plus HT-1 into WO. WO റേഞ്ച് 0 and 1 ബിറ്റ്വീൻ ആണ്. ഇതിൻ്റെ ഹിഡൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OT ഇൻറ്റു tan h ഓഫ് CT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം മെമ്മറി ഫംഗ്ഷനാണ് CT എന്ന് പറയുന്നത്. സോ CT ലോങ് ടേം മെമ്മറി ഫംഗ്ഷനാണ്. ഇഫ് യു നീഡ് ടു ടേക്ക് ദി ഔട്ട്പുട്ട് ഓഫ് ദി കറണ്ട് ടൈം സ്റ്റാമ്പ്, ജസ്റ്റ് അപ്ലൈ ദി സോഫ്റ്റ് മാക്സ് ആക്ടിവേഷൻ ഓർ ഓൺ ഹിഡൻ സ്റ്റേറ്റ് HT. സോ ഔട്ട്പുട്ട് കിട്ടാൻ നമുക്ക് സോഫ്റ്റ് മാക്സ് ഓഫ് ഹിഡൻ സ്റ്റേറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഹിയർ ദി ടോക്കൺ വിത്ത് ദ മാക്സിമം സ്കോർ ഇൻ ദ ഔട്ട്പുട്ട് ഈസ് പ്രിഡിക്ഷൻ. സോ ഇത്രയാണ് ഓരോ ഗേറ്റിൻ്റെ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർഗട്ട് ഗേറ്റിന് ഇക്വേഷൻ, ഇൻപുട്ട് ഗേറ്റ്, ദെൻ ഔട്ട്പുട്ട് ഗേറ്റ്. ഇതാണ് ഇനീഷ്യേറ്റീവ് ഡയഗ്രാം ഓഫ് LSTM നെറ്റ്വർക്ക്, കൺവെൻഷണൽ LSTM എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ LSTM സെല്ലാണ്. സിംഗിൾ LSTM സെൽ. സോ ഇവിടെ ഡോട്ട് മാർക്കിൽ അടയാളപ്പെടുത്തിയ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ ഫോർഗട്ട് ഗേറ്റ്.
ദെൻ ഇത് ഇൻപുട്ട് ഗേറ്റ്, ദെൻ ഇതാണ് ഔട്ട്പുട്ട് ഗേറ്റ്. ഇതാണ് സിംഗിൾ LSTM സെല്ല്. ഇതിൽ ന്യൂറൽ നെറ്റ്വർക്ക് ലെയറാണ് ഈ റെക്റ്റാങ്കിളായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സർക്കിൾ പോയിൻറ്റ് വൈസ് ഓപ്പറേഷൻ, ആരോ വെക്റ്റർ ട്രാൻസ്ഫർ, ദെൻ കോൺകാറ്റിനേറ്റ്, കോപ്പി, ഇങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡ്രോബാക്സ് ആണ് പറയുന്നത്. Requires a lot of resources and time, then prone to overfitting and it is difficult. Then applications എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് മോഡലിംഗ്, ഇമേജ് ക്യാപ്ഷനിങ്, ക്വസ്റ്റ്യൻ ആൻസറിങ് ചാറ്റ്ബോട്ട്സ്, മെഷീൻ ട്രാൻസ്ലേഷൻ, ഹാൻഡ് റൈറ്റിംഗ് ജനറേഷൻ. ഇത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ LSTM. ഓവർവ്യൂ ഓഫ് LSTM ആയിരുന്നു പറഞ്ഞത്. LSTMൻ്റെ ഫുൾ ഫോം. ദെൻ RNN എന്താന്ന് പറഞ്ഞു. ദെൻ RNNൻ്റെ ലിമിറ്റേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് LSTM. ദെൻ LSTM ആർക്കിടെക്ചറാണ് പിന്നെ പറഞ്ഞത്. RNN സെല്ലിനെ പോലെ തന്നെയാണ്, 3 പാർട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിനെ 3 പാർട്സിനെ പറയുന്നതാണ് ഗേറ്റ്സ്. അതിൽ ആദ്യത്തെ പാർട്ട് ഫോർവേഡ് ഗേറ്റ്, ദെൻ ഇൻപുട്ട് ഗേറ്റ്, ദെൻ തേർഡ് വൺ ഔട്ട്പുട്ട് ഗേറ്റ്. ഇതിൻ്റെ ഒരു ഫിഗറാണ്. രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ഒന്ന് ഹിഡൻ സ്റ്റേറ്റും മറ്റൊന്ന് സെൽ സ്റ്റേറ്റും. ഹിഡൻ സ്റ്റേറ്റിന് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയും, സെൽ സ്റ്റേറ്റിന് ലോങ് ടേം മെമ്മറി എന്ന് പറയും. സോ അത് റെപ്രസെൻ്റ് ചെയ്ത ഫിഗറാണ്. ദെൻ ഹിഡൻ ലൈസ് ഓഫ് LSTM ആയിരുന്നു പറഞ്ഞത്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആർക്കിടെക്ചർ, പിന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓരോ XY ഇതിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ആർക്കിടെക്ചർ ഓഫ് ഹിഡൻ ലെയർ. ദെൻ 3 ഗേറ്റിൻ്റെ റോൾസാണ്. ഫോർവേഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഓരോന്നിൻ്റെ റെപ്രസെൻറ്റേഷൻ. Then input gate, representation, equation, representation, new information and update ചെയ്യും. updated cell state and equation. Then output gate ആണ്. ഫോർവേഡ് ഗേറ്റ് ഇൻപുട്ട് ഗേറ്റിനെ പോലെ തന്നെ ഔട്ട്പുട്ട് ഗേറ്റ് OT എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യും. ദെൻ LSTM ആർക്കിടെക്ചർ, അതായത് സിംഗിൾ സെല്ലായിട്ട് റെപ്രസെൻ്റ് ചെയ്താണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഓവർവ്യൂ ഓഫ് LSTM ആയിരുന്നു. ഇത്രയേ ഉള്ളൂ LSTM. താങ്ക് യു.